കസ്റ്റമേഴ്സ് റോൾ ഇൻ സർവീസ് ഡെലിവറി. സർവീസ് ഡെലിവറിയിലെ കസ്റ്റമേഴ്സിന് ഒരു റോളുണ്ട്. കസ്റ്റമേഴ്സ് പാർട്ടിസിപ്പേഷൻ അറ്റ് സം ലെവൽസ് ഇൻ ഇൻഎവിറ്റബിൾ ഇൻ ദ സർവീസ് ഡെലിവറി. സർവീസ് ആർ ആക്ഷൻസ് ഓർ പെർഫോമൻസ് ടിപ്പിക്കലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് സൈമിൾട്ടേനിയസ്ലി. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്ന അറ്റ് എ ടൈമാണ്. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ മെനി സിറ്റുവേഷൻ എംപ്ലോയീസ് കസ്റ്റമേഴ്സ് ഈവൻ ദ അതേഴ്സ് ദ സർവീസ് എൻവയോൺമെൻറ്റ് ഇൻട്രാക്ട് ടു പ്രൊഡ്യൂസ് ദ അൾട്ടിമേറ്റ് സർവീസ് ഔട്ട്കം. അപ്പോൾ മാത്രമാണ് ഒരു അൾട്ടിമേറ്റ് സർവീസ് ഔട്ട്കം നമുക്കവിടെ കിട്ടുന്നുള്ളൂ. കസ്റ്റമർ റിസീവിങ് ഇൻ ദ സർവീസ്. ബിക്കോസ് the customer receiving the service participant in delivery process, he or she contribute gap 3 appropriate ആണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് എത്ര നന്നായിട്ട് അവർ എംപ്ലോയീസ് വർക്ക് ചെയ്താലും കസ്റ്റമേഴ്സിൻ്റെ, അതായത് പേഷ്യൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ പേഷ്യൻറ്റിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ പേഷ്യൻറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പേഷ്യൻറ്റ് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കത് അപ്രോപ്രിയേറ്റും അല്ലെങ്കിൽ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആവും. ഇഫക്റ്റീവ് ആൻഡ് ഇൻഇഫക്റ്റീവ്, പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ്, അത് കസ്റ്റമേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനും അവിടെ ആവശ്യമാണ്. അപ്പോൾ സർവീസ് ഡെലിവറിയിൽ എംപ്ലോയീസാണ് ഈ സർവീസ് ഡെലിവറി ചെയ്യുന്നത്. അവരുടെ ഒപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടും കൂടി അവിടെ വേണം. അപ്പോൾ നമ്മളൊരു ഡീറ്റെയിൽ ഷോപ്പിലാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യണതാണ്, സാധനങ്ങൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഭാഗമാണ് സർവീസ് ഡെലിവറിയുടെ ഒന്നാമത്തെ പാർട്ട്. അവരത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലാവശ്യമായ ഡയറക്ഷൻസ് എംപ്ലോയീസ് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ നമ്മളാണ് അതിന് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യണതും എടുക്കുന്നതും സൈസും നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളാണ് വരുന്നത്. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനാണ്. അത് എല്ലാ ഫീൽഡിലും ഈ കസ്റ്റമേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ. ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. പേഷ്യൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ പേഷ്യൻറ്റിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. അവിടെ എംപ്ലോയീസ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലും അവരുടെ പാർട്ടിസിപ്പേഷനും കൂടി അവിടെ ആവശ്യമാണ്. ഇനി അതർ കസ്റ്റമേഴ്സ്. ഇൻ മെനി സർവീസ് കോൺടാക്ട് കസ്റ്റമേഴ്സ് റിസീവ് സർവീസ് സൈമൾട്ടേനിയസ്ലി. ദ അതർ കസ്റ്റമേഴ്സ് മസ്റ്റ് വെയിറ്റ് ഇൻ ടേൺ while other customers are being served. അതായത് നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റുകളെ പോലെയല്ല എല്ലാവർക്കും ഒരേപോലെ അലവബിളാണ്, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എടുക്കാം. അതുപോലെയല്ല, ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറെ അടുത്ത് കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ സർവീസ് കഴിഞ്ഞിട്ടേ അടുത്ത ആൾക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള അതർ കസ്റ്റമേഴ്സ് ഐദർ എൻഹാൻസ് ഓർ ഡിട്രാക്ട് ഫ്രം ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പെർസെപ്ഷൻ ഓഫ് ക്വാളിറ്റി പെർസെപ്ഷൻ വ്യത്യാസം വരും. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണാനായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ക്വാളിറ്റി പെർഫെക്ഷൻ ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. കറക്റ്റ് ടൈമിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ, ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ടൈമിങ്ങിൽ ആ വർക്ക്, ആ ഡ്യൂട്ടി കഴിഞ്ഞു അല്ലെങ്കിൽ ആ വർക്ക്, ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ തീരുകയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവും. ഒരു പക്ഷേ നമുക്ക് തന്നിട്ടുള്ള സർവീസ് സാറ്റിസ്ഫൈഡ് ആവില്ലാതെ അല്ല, നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരിക, മറ്റുള്ളവരുടെ സർവീസ് മുഴുവൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ സർവീസ് എന്തായി ക്വാളിഫൈഡ് ആയിട്ടുള്ള സർവീസ് അല്ല എന്ന് നമ്മൾ പറയുന്നത്. പലപ്പോഴും സർവീസ് മാർക്കറ്റിങ്ങിൽ സർവീസ് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സർവീസ് നമുക്ക് കോമൺ ആയിട്ടാണ് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഒരാൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ആൾക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി കസ്റ്റമേഴ്സിൻ്റെ റോൾ എന്താണ്? ഈ സർവീസ് ഡെലിവറിയിൽ കസ്റ്റമേഴ്സിൻ്റെ റോൾ എന്താണ്? കസ്റ്റമർ ആസ് എ പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. സർവീസ് കസ്റ്റമേഴ്സ് ക്യാൻ ബി റെഫേർഡ് ആസ് എ പാർഷ്യൽ എംപ്ലോയി. അവരാണ് പാർഷ്യൽ എംപ്ലോയീസ് എന്ന് പറയുന്നത്. Customers' input affect the organization productivity through both quality, what they contribute, the resulting quality and quantity of output generated. അതായത് കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഇൻപുട്ട്. ഇപ്പോൾ നമ്മൾ ഒരു പ്ലാൻ വരയ്ക്കാനാണ് പോകുന്നത്, അല്ലെങ്കിൽ ഐ ടിയുടെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഐ ടിയുടെ കൺസൾട്ടിങ്, അവർക്ക് വേണ്ട ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഈ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലയൻറ്റിന് എന്തൊക്കെയാണ് ആവശ്യം, അയാൾ എത്ര കൃത്യമായിട്ടും ടൈമിങ്ങിലും കാര്യങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി, ഗെയിൻ ദ കമ്മിറ്റ്മെൻറ്റ്, ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രൊവൈഡ് നീഡഡ് ഇൻഫോർമേഷൻ. ആവശ്യമുള്ള ഇൻഫോർമേഷൻ എത്ര നന്നായിട്ട് ഇയാൾ പ്രൊവൈഡ് ചെയ്യണോ അതിനനുസരിച്ചാണ് സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏത് കാര്യങ്ങളും നമ്മൾ പറയുന്നതിനനുസരിച്ചാണ് അവർ അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് അയാളുടെ സിംറ്റംസും കാര്യങ്ങളും എത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുന്നു അതിനനുസരിച്ചാണ് അവർക്ക് റിക്കവറി കിട്ടുന്നത്. നമ്മൾ പറയാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അതിന് റിക്കവറി കിട്ടുന്നില്ല. അപ്പോൾ അവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് പാർഷ്യൽ എംപ്ലോയീസ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. കസ്റ്റമേഴ്സിന് അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്. കസ്റ്റമർ ആസ് എ കോൺട്രിബ്യൂട്ടർ ടു സർവീസ് ക്വാളിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ കോൺട്രിബ്യൂട്ടറാണ്. ദെയർ ഓൺ സാറ്റിസ്ഫാക്ഷൻ, അൾട്ടിമേറ്റ് ക്വാളിറ്റി ഓഫ് സർവീസ് റിസീവ് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സിന് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോള്. കസ്റ്റമേഴ്സ് കെയർ ലിറ്റിൽ ദാറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ അവരുടെ പാർട്ടിസിപ്പേഷൻ വേണം. നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. തിങ്ക് അബൌട്ട് സർവീസ് സച്ച് ആസ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, പേഴ്സണൽ ഫിറ്റ്നസ്, വെയിറ്റ് ലോസ്, വേർ സർവീസ് ഔട്ട്കം ഈസ് ഹൈലി
ഹൈലി ഡിപ്പെൻഡ് ഓൺ കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ. ഇവിടെയൊക്കെ ഫിറ്റ്നസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിറ്റ്നസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പക്ഷെ അത് ചെയ്യുന്നത് കസ്റ്റമേഴ്സാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ക്ലാസ് നമ്മൾ എല്ലാതും ക്ലിയർ ചെയ്ത് കൊടുക്കും. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നത് കസ്റ്റമേഴ്സാണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലായാലും നമ്മൾ അവർക്ക് ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ അത് ചെയ്താൽ മാത്രമേ ആ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ കസ്റ്റമർ ആസ് എ കോൺട്രിബ്യൂട്ടറാണ്. ഇനി കസ്റ്റമർ ആസ് എ കോമ്പീറ്ററാണ്. എ ഫൈനൽ റോൾ പ്ലേഡ് ഇൻ സർവീസ് കസ്റ്റമേഴ്സ് ആസ് ദ പാർട്ട്ണർ പൊട്ടൻഷ്യൽ കോമ്പീറ്റർ. നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്, സർവീസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു കോമ്പീറ്ററാണ്. ഇപ്പോൾ നമ്മൾ ഇൻ സെൽഫ് സർവീസ് കസ്റ്റമേഴ്സ് വ്യൂഡ് എ സോഴ്സ് ഓഫ് ദ ഫേം പാർഷ്യൽ എംപ്ലോയീസ്. അതായത് നമ്മൾ പല കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഹോം മെയിൻ്റനൻസ്, അതുപോലെ തന്നെ കാർ റിപ്പയർ, ചൈൽഡ് കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാറുണ്ട്. ആ ഏൽപ്പിക്കുമ്പോൾ അവർ എത്ര നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അവരെ ഏൽപ്പിക്കുള്ളൂ. ഹോം ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അവിടെയാണ് കസ്റ്റമർ ഒരു കോമ്പീറ്ററായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ തന്നെ ആ കാര്യം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെന്താണ്, അവിടെ സർവീസ് ഓർഗനൈസേഷൻ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു കോമ്പീറ്ററാണ്. സെൽഫ് സർവീസ് കസ്റ്റമേഴ്സ്. അപ്പോൾ പല കാര്യങ്ങളും സർവീസിൻ്റെ പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കത് ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ സൗകര്യക്കുറവോ ഉള്ളപ്പോഴാണ്, അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവർ പെർഫെക്റ്റായിട്ടാണ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ആ സർവീസ് നമ്മൾ ഏൺ ചെയ്യും. അതല്ലെങ്കിൽ ആ സർവീസ് നമ്മൾ റിസീവ് ചെയ്യില്ല. നമ്മൾ സെൽഫായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ ആസ് എ കോമ്പീറ്ററാണ് എന്ന് പറയുന്നു. പ്രപ്പോസൽ മോഡൽ എക്സ്പേർട്ട് കപ്പാസിറ്റി വേണം, റിസോഴ്സ് കപ്പാസിറ്റി വേണം, ടൈം വേണം, ഇക്കണോമിക് റിവാർഡ്സ് വേണം, സൈക്കിക് റിവാർഡ്സ് വേണം, ട്രസ്റ്റ്, കൺട്രോൾ. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, എക്സ്പേർട്ടായിരിക്കണം, റിസോഴ്സ് ഉണ്ടായിരിക്കണം, നമുക്കതിനുള്ള ടൈം ഉണ്ടായിരിക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമർ സർവീസ് ഓർഗനൈസേഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കസ്റ്റമർ ആസ് എ കോമ്പീറ്റർ. കസ്റ്റമേഴ്സിൻ്റെ റോളാണ് സർവീസ് ഡെലിവറിയിൽ കസ്റ്റമേഴ്സിൻ്റെ റോളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ.